കൂടാതെ നമ്മളൊന്ന് നമ്പർ സീരീസിലെ വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇത് ശരിക്കും ഇന്നലത്തെ വീഡിയോയുടെ ഒപ്പം ഇടാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളാണ്, പക്ഷേ ഇന്നലെ സമയമില്ലാത്തതാണ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തേത് നോക്ക്, 2, 3, 5, 7. 2, 3, 5, 7 ഇത് പ്രൈം നമ്പേഴ്സാണ്. 7 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ഏതാ? 11. അപ്പോൾ 11 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 1, 3, 6, 10, 15. 1, 3, 6, 10, 15. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വ്യത്യാസം എടുത്ത് നോക്കാം എന്താ പറ്റുകയെന്ന്. അപ്പോൾ 1ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 3, 3ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10, 10ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 16. അപ്പോൾ വ്യത്യാസം നോക്കി, 2, 3, 4, 5. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ആൻസർ 21. അടുത്തത് 4, 9, 16, 25. 4, 9, 16, 25. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് 2ൻ്റെ സ്ക്വയർ, ഇത് 3ൻ്റെ സ്ക്വയർ, ഇത് 4ൻ്റെ സ്ക്വയർ, ഇത് 5ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത് 6ൻ്റെ സ്ക്വയർ 36 ആയിരിക്കും. അടുത്തത് 7, 11, 13, 17, 19, 23. ഇവിടെ ടേംസ് കുറച്ച് കൂടുതലുണ്ട്, ഒരുപാട് അകന്നുമല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ടേംസോ അല്ലെങ്കിൽ 2 സീരീസോ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 13, 13ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 13, 13ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 17, 17 2 19, 19 4 21. അപ്പോൾ 4 2 4 2 4 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 2. അപ്പോൾ 25 ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റും വരും. നോക്കി, 7ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 13, 13ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 19, 19ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 25, 11 6 17, 17 6 23. കണ്ടോ? അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സീരീസ് ഉണ്ട്. ഇങ്ങനെ ഇടവിട്ട് 4 2 4 2 അങ്ങനെ വരും. അപ്പോൾ ഒരു ക്വസ്റ്റിനിൽ തന്നെ ഇപ്പോൾ 2 ലോജിക്ക് വരുവാണെങ്കിൽ ഒന്നുകിൽ ആൻസർ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിക്കിനകത്തുള്ള ആൻസറേ ഈ ഓപ്ഷനിൽ കാണത്തുള്ളൂ. ഓക്കെ, അടുത്തത് 41, 43, 47, 53, 61. ഈ നമ്പേഴ്സ് അടുത്തടുത്ത് കിടക്കുന്നത്. നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കാം. 41ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 41, 43ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 47, 47ഉം 6ഉം 53, 53ഉം 8ഉം 61. അപ്പോൾ നോക്കി, 2 2 4, 4 2 6, 6 2 8. അപ്പോൾ 8 2 10. അപ്പോൾ അടുത്തത് 71 ആയിരിക്കും. ഓക്കെ, അടുത്തത് 8, 27, 64, 125, 216, 343. 8, 27, 64, 125, 216, 343. ഈ നമ്പേഴ്സ് കാണുമ്പോൾ ക്യൂബ്സ് നമ്മുടെ ഓർമ്മയിൽ വരണം. നോക്കി, ഇത് 2ൻ്റെ ക്യൂബാണ്, ഇത് 3ൻ്റെ, ഇത് 4ൻ്റെ, ഇത് 5ൻ്റെ, ഇത് 6ൻ്റെ, ഇത് 7ൻ്റെ. അടുത്ത 8ൻ്റെ ക്യൂബ് 512 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത് 1015, 508, 255, 129, 66.5. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാണല്ലോ, ഇത് 1000, ഇത് 500. 1000ൻ്റെ പകുതി, ഏകദേശം പകുതിയായിട്ട് വരും. പിന്നെ ഇത് 500, ഇത് 250, ഏകദേശം പകുതി. ഇത് 250, ഇത് 129, ഏകദേശം പകുതി. കണ്ടോ? അപ്പോൾ ഏകദേശം പകുതിയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇത് മിക്കവാറും ഡിവിഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ 1015നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 507.5 കിട്ടും. 507.5ൻ്റെ കൂടെ 0.5 കൂട്ടുമ്പോൾ നമുക്ക് 508 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡിവിഷൻ എന്നുള്ള രീതി നോക്കിയപ്പോൾ ഇങ്ങനെ വന്നു. ഞാനത് നേരെ ലെഫ്റ്റ് സൈഡിലിട്ട് നോക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ 508 × 2 ചെയ്ത് കഴിഞ്ഞാൽ 1000, 1016. 1016ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1015 കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ലെഫ്റ്റ് സൈഡിട്ട് നോക്കുന്നതല്ലേ എളുപ്പം. ഇനി ഇങ്ങോട്ട് നോക്ക്, 255 × 2 ചെയ്ത് കഴിഞ്ഞാൽ 500ഉം 10ഉം 510 കിട്ടും. 510ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 508 കിട്ടുന്നത്. ഇനി ഇവിടെ നോക്ക്, 129 × 2 ചെയ്യുക, അല്ലെങ്കിൽ 130 × 2 ചെയ്തിട്ട് അതിൽ നിന്ന് 2 കുറച്ചാൽ മതി. 130 × 2 ചെയ്ത് 260, 260ൽ നിന്ന് 2 കുറച്ചാൽ 258, 258ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 255 കിട്ടുന്നത്. അപ്പോൾ നോക്കി, × 2 - 1, × 2 - 2, × 2 - 3. അപ്പോൾ ഇവിടെ × 2 - 4 ആയിരിക്കണം. നമുക്ക് നോക്കാം. 66.5 × 2 ചെയ്യുക. അപ്പോൾ 66 × 2 ചെയ്ത് കഴിഞ്ഞാൽ 100, 132, 132 133, 133ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 129 കിട്ടും. കറക്റ്റായി. അപ്പം അടുത്തെന്തായിരിക്കും? × 2 - 5 ആയിരിക്കും. അപ്പോൾ എന്തോ ഒരു സാധനം × 2 ചെയ്തിട്ട് -5 ചെയ്യുമ്പോൾ നമുക്ക് 66.5 കിട്ടും. അപ്പോൾ ഈ -5 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ +5 ആവും. അപ്പോൾ 71.5 ആവും. 71.5ൻ്റെ പകുതി എടുക്കണം. 70ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 35. പിന്നെ 1.5ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 0.75 ആവും. അപ്പോൾ 35.75 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 4, 10, 33, 136,
685. ഓക്കെ, ഇവിടെ നമ്പർ ഭയങ്കരമായിട്ട് ഇങ്ങ് കൂടും. അപ്പോൾ മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. നോക്കുക, 136 685 ആണ്. 136 ഇൻറ്റു ഒരു 6 ചെയ്ത് കഴിഞ്ഞാൽ 600, 150, 700 ആയിപ്പോവും. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ ഇൻറ്റു 5 ചെയ്ത് നോക്കി, 13 5 65. അപ്പോൾ 650, 650 30 680. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 + 5. ഇനി ഇവിടെ ഇൻറ്റു 4 ആണോ നോക്കി, ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 120 12 132. 132 കൂടെ 4 കൂട്ടിയാൽ 130. അപ്പോൾ ഇവിടെ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 4. അപ്പോൾ ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 2 ആയിരിക്കും. അപ്പോൾ ഇത് ഇൻറ്റു 2, അപ്പോൾ 8. 8ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 10. ഇനി ഇവിടെ ഇൻറ്റു 3, അതിനോടെ 3 കൂട്ടിയാൽ 30. അപ്പോൾ ഇൻറ്റു 2 + 2 ഇൻറ്റു 3 + 3 ഇൻറ്റു 4 + 4 ഇൻറ്റു 5 + 5. അടുത്ത എത്രയായിരിക്കും? ഇൻറ്റു 6 + 6 ആയിരിക്കും. അപ്പോൾ 685 ഇൻറ്റു 6 എത്ര കിട്ടും? 636, 3600, 450. അപ്പോൾ 4080 കിട്ടും. 4080ൻ്റെ കൂടെ 30 കൂട്ടിക്കഴിഞ്ഞാൽ 4110. അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4116 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 11 13 17 19 23 25. അപ്പോൾ ഇവിടെ ടേംസ് സാധാരണയേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സീരീസ് വരും, ചിലപ്പോൾ 2 സീരീസ് ഉണ്ടാവും. എന്നാൽ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ജസ്റ്റ് വ്യത്യാസം നോക്കാം. ഇവിടെ +2, ഇവിടെ +4, ഇവിടെ +2, ഇവിടെ +4, ഇവിടെ +2. അപ്പോൾ അടുത്ത് +4, അപ്പോൾ 29 ആയിരിക്കും. ഇനി നോക്കി, 11 6 17, 17 6 23, 23 6 29, 13 6 19, 19 6 25. അപ്പോൾ 2 ലോജിക്കുണ്ട്, എന്നാലും സെയിം ആൻസർ വരത്തുള്ളൂ. അടുത്തത് ഇവിടെ നമ്പേഴ്സ് ഭയങ്കരമായിട്ട് കൂടുന്നില്ല. നമുക്ക് വ്യത്യാസമായിട്ട് നോക്കാം എന്താ പറ്റുകയെന്ന്. ഇവിടെ 6 12 ആയി, അപ്പോൾ 6 കൂടി. 12 21 ആയി, അപ്പോൾ 9 കൂടി. അപ്പോൾ നോക്കി, 6 9, 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 9. അടുത്ത 9ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 12 ആണോ നോക്കാം. അപ്പോൾ 21 12 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 33 വരും. 6 9 12, അടുത്ത 15, 33 15 കൂട്ടിക്കഴിഞ്ഞാൽ 48 കിട്ടുമോ? കിട്ടും. അപ്പോൾ കറക്റ്റായി, നടുക്ക് 33. ഓക്കെ, അടുത്തത് 2 5 9 -20 27. ഇത് നമ്പേഴ്സ് അത്യാവശ്യം അടുത്തടുത്താണ് കിടക്കുന്നത്. വ്യത്യാസം എടുത്ത് നോക്കുക. ഇവിടെ വ്യത്യാസം 3, ഇവിടെ വ്യത്യാസം 4, ഇവിടെ വ്യത്യാസം അറിയത്തില്ല, ഇവിടെ വ്യത്യാസം അറിയത്തില്ല, ഇവിടെ വ്യത്യാസം 7. അപ്പോൾ 3 4. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 4 കഴിഞ്ഞ് 5 6 ആണോ, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഇത് 5ഉം ഇത് 6ഉം ആയിരിക്കും. 9 5 14, 14 6 20. ഓക്കെ, അടുത്തത് 9 25 49 121. 9 25 49 121. ഇത് സ്ക്വയേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ വരണം. ഇത് 3ൻ്റെ സ്ക്വയർ, ഇത് 5ൻ്റെ സ്ക്വയർ, ഇത് 7ൻ്റെ സ്ക്വയർ, ഇത് 11ൻ്റെ സ്ക്വയർ. 3 5 7 11. ഇത് ഓഡ് നമ്പേഴ്സ് അല്ല കേട്ടോ, ഇത് പ്രൈം നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 3 5 7 കഴിഞ്ഞിട്ട് 9 1 തന്നെ. ഓക്കെ, അപ്പോൾ ഇത് പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ ഏതാ? 11 കഴിഞ്ഞാൽ പിന്നെ 13. അത്ര ആൻസർ 169. അടുത്തത് 19 40 83 170 345. ഓക്കെ, 19 40 ഏകദേശം ഇരട്ടി, 40 83 ഏകദേശം ഇരട്ടി, 83 170 ഏകദേശം ഇരട്ടി. കണ്ടോ, ഇപ്പോൾ എല്ലാം ഇരട്ടിച്ചിരട്ടിച്ചാണ് പോകുന്നത്. എന്നാലും ലാസ്റ്റ് നോക്കിപ്പോ നോക്കി, 170ൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 340, അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ 345. ഇനി ഇവിടെയോ 83ൻ്റെ ഇരട്ടി എടുത്ത് കഴിഞ്ഞാൽ 160 166, അതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ 170. 40ൻ്റെ ഇരട്ടി എടുത്താൽ 80, അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 80. 19ൻ്റെ ഇരട്ടി എടുത്ത് കഴിഞ്ഞാൽ 38, 32 2 കൂട്ടിയാൽ 40. അപ്പോൾ ഇരട്ടി എടുക്കുക, +2 3 4 5. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? ഇൻറ്റു 2 + 6 ആയിരിക്കും. 345ൻ്റെ ഇരട്ടി എടുക്കുക, അപ്പോൾ 600 690, 690 6 കൂട്ടിയാൽ 696. 980 484 236 112 50. കണ്ടോ, ഏകദേശം പകുതിയായിട്ടാണ് പോകുന്നത്. 900 450 236 112. കണ്ടോ, ഏകദേശം പകുതിച്ച് പതിച്ചാണ് പോകുന്നത്. നമുക്ക് നോക്കാം. 980നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 900/2 ചെയ്താൽ 450, 80ന് വരുന്ന 40. അപ്പോൾ 450 40 കൂട്ടിയാൽ 490. 490ൽ നിന്ന് 6 പോകുമ്പോഴല്ലേ 487 കിട്ടുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കുക, 484ൻ്റെ പകുതി എടുത്ത് കഴിഞ്ഞാൽ 242 കിട്ടും. 242 അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് 236 കിട്ടുന്നത്. അപ്പോൾ /2 -6 ആണ്. അപ്പോൾ ഓക്കെ, /2 -6 /2 -6. ഇവിടെയും /2 -6 ആണ്. നോക്കി, 236ൻ്റെ പകുതി എടുത്ത് കഴിഞ്ഞാൽ 100 118. 118ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴല്ലേ 112 കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും /2 -6.
ഇനി ഇവിടെ നോക്കി 114 പകുതി എടുത്താൽ 56, അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴല്ലേ 50 കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും ബൈ 2 മൈനസ് 6. അപ്പോൾ എത്ര കിട്ടും? ബൈ 2 ചെയ്ത് 25 6 വെച്ച് കഴിഞ്ഞാൽ 19 നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ